ആദ്യമേ തന്നെ ഈ വഷളത്തരം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ട്രെൻഡാണ്. ട്രെൻഡായി തന്നെ ആഘോഷിക്കുന്നു എന്നുള്ളതിന് ഇപ്പോൾ ഒരു ബോബി ചെമ്മണ്ണൂർ എന്നുള്ള പേര് മാത്രം. ഇതിനു മുൻപും ഇപ്പോ ഹണി റോസി ഈ ദിവസങ്ങളിലൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം മാത്രമല്ല, ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ മറ്റ് അവരുടെ സ്ഥലങ്ങളിലോ അവർക്ക് എതിരെ വരുന്ന പല കമന്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തോടൊപ്പം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസ് ചാനൽ പോലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് അപ്പുറത്ത് ബോബി ചെമ്മണ്ണൂരിനെ പോലെ പ്രബലനായിട്ടുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അലങ്കാര പദങ്ങളൊക്കെ ഉള്ള ഒരാളുള്ള രീതിയിലാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. രാഹുൽ ഈശ്വർ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് പുരുഷവിരോധത്തിനെതിരെയാണ്, പുരുഷവിരോധമുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം മോശം വസ്ത്രധാരണ എന്നുള്ളത് എന്ന് പറയുമ്പോൾ അത് 15-ാം നൂറ്റാണ്ടിലെ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിലും. ഞാൻ ചോദിക്കട്ടെ അഭിലാഷെ, നമ്മൾ തന്നെ എത്ര വട്ടം ഇവിടെ സ്ത്രീ അധിക്ഷേപത്തെ കുറിച്ച് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഈ 2025 ജനുവരി പിറന്നിട്ടും നമ്മൾ അതേ വിഷയത്തിൽ തന്നെ, ഇത് വസ്ത്രധാരണമാണ് ആക്ഷേപം ഉണ്ടാകാൻ കാരണം എന്നുള്ള രീതിയിലുള്ള ചർച്ച തുടരുന്നതിലെ ഒരു മാനക്കേട് ആലോചിക്കുക. മറ്റൊന്ന്, സിനിമയെ സംബന്ധിച്ച് രാഹുൽ പറഞ്ഞ കാര്യം, അതായത് ഇപ്പൊ മോൺസ്റ്റർ സിനിമയെ കുറിച്ച് പരാമർശിച്ചു, ട്രിവാൻഡ്രം ലോഡ്ജിനെ കുറിച്ച് പരാമർശിച്ചു. അവിടെയൊക്കെ രാഹുൽ പറഞ്ഞൊരു കാര്യം, ലാലേട്ടൻ പറഞ്ഞപ്പോഴും മലയാളികളുടെ മഹാനടനായ മമ്മൂട്ടി പറഞ്ഞപ്പോഴും പ്രശ്നമുണ്ടായി, ഹണി റോസിന് പ്രശ്നം ഉണ്ടായില്ല എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് പറയുന്ന ലാലേട്ടനും ഇത് പറയുന്ന മമ്മൂട്ടിക്കും അത് പറയുന്നത് മോശമാണ് എന്നുള്ളൊരു രീതിയിലുള്ള ചിന്ത എന്തുകൊണ്ടാണ് രാഹുലിന് ഇല്ലാത്തത്? അതുപോലെ തന്നെ എഴുതി കൊടുത്തൊരു ഡയലോഗല്ലേ അവർ പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ എഴുതി കൊടുത്ത ഡയലോഗ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. വഷളത്തരം എന്ന് പറയുന്നത്, സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്, സ്ത്രീയുടെ നേർക്കുള്ള ഇത്തരത്തിലുള്ള അശ്ലീല വാക്കുകൾ പ്രയോഗിക്കുക എന്ന് പറയുന്നത് ഒരു, ഇപ്പോ കമന്റ് ബോക്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൂടിയാണ്. ആൾക്കൂട്ടം ഇത്തരത്തിലൊരു പ്രവണത നടത്തുന്നത് ഏത് രീതിയിൽ, എങ്ങനെയുള്ള ഈ സാംസ്കാരിക ഡിബേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏത് സാംസ്കാരിക കേരളത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടാവുന്നത്? അപ്പോ ഇതാണ് കേരളത്തിന്റെ സാംസ്കാരിക നിലവാരം. ഈ വഷളത്തരം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മീഡിയ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിവിടെ ഉണ്ട്. പക്ഷെ ഇത്രയധികം വിസിബിളായി, ഇത്രയധികം ദൃശ്യതയോടുകൂടി നമ്മൾ കാണുന്നത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇത്രയധികം ടെക്നോളജി വികസിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നാളെയും ആൾക്കൂട്ടം ഈ രീതിയിൽ തന്നെ തുടരും. കാരണം നമ്മുടെ സാംസ്കാരിക കേരളം അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ എന്തുകൊണ്ടാണ് രാഹുലിനെ പോലുള്ള ആളുകൾ, രാഹുൽ പറയുന്ന വാദം വെച്ചിട്ടാണെങ്കിൽ ഈ സാംസ്കാരിക ഡിബേറ്റിന്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉന്നയിക്കാത്തത് എന്നുള്ളതാണ് എന്റെ സംശയം. മറ്റൊന്ന്, ദ്വയാർത്ഥ പ്രയോഗത്തെ കുറിച്ച് കൂടി പറഞ്ഞു. ദ്വയാർത്ഥ പ്രയോഗം കേട്ട് ചിരിച്ചു എന്ന് ഈ താരസംഘടന, അമ്മയുടെ നേതൃത്വത്തിലുള്ള ഈ താരസംഘടന നടത്തുന്ന ആനുവൽ ഷോകൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സ്ഥിരം അശ്ലീല പ്രയോഗങ്ങൾ നിറഞ്ഞ പരിപാടികളും അത്തരത്തിലുള്ള അവതരണങ്ങളുമാണ് അവിടെ വരുന്നത്. അപ്പൊ ഈ ദ്വയാർത്ഥ പ്രയോഗം കൃത്യമായി ആഘോഷിക്കുന്ന, ആനന്ദിക്കുന്ന താരപ്രമുഖന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്നും പറയാൻ പറ്റാത്തത്? അപ്പൊ അത്തരത്തിലുള്ള ഈ ആൺബോധത്തെ തൃപ്തിപ്പെടുത്തുകയും അവരുടെ ലൈംഗിക അഭിലാഷങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ അവർ ഇടപെടുന്നതിനെ, അവർ അതിൽ ഇരയല്ല, അവരതിൽ വേട്ടക്കാരായി നിൽക്കുന്നതിനെ നമ്മൾ കാണാതിരിക്കുകയും അതിൽ ഇരയാകുന്ന, അത്തരത്തിലുള്ള വിഷയത്തിന് വിധേയയാകുന്ന സ്ത്രീയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന രാഹുലിന്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാഹുലിന്റെ ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്.